ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. കുടിക്ക്. രാഹുൽ, ഞാനൊരു സാധനം എടുക്കാൻ മറന്നുപോയി. ഞാൻ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വരാം. ഹാപ്പി ബർത്ത്ഡേ സാൻഡ്ര. എടാ ഫുഡൊക്കെ ഒന്ന് സർവ് ചെയ്യാൻ സഹായിക്കടാ. ഒന്ന് പോ. പോയി കിടന്ന് ഉറങ്ങിടാ. ഹാ, അവരൊക്കെ അടിച്ച് കട്ട. രാഹുൽ കുടിക്കുവോ? ഇല്ല. താങ്ക്സ്. എന്തിന്? അല്ല, എനിക്ക് വേണ്ടിയിട്ട് ആരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇൻഫാക്റ്റ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പതിവാക്കാം. വീട്ടിൽ നിന്ന് ആരും വിളിച്ചില്ലേ? അങ്ങനൊരു പതിവില്ല. ഓ, രാഹുലേ, ചോടാ ചോടാ. ഞാനെന്നാ പോയിട്ട് വരാം. നടക്കട്ടെ. എടി, നിനക്ക് വിഷമൊന്നുമില്ലേ? നീ ഓക്കെ ആണോ? നല്ല വിഷമമുണ്ട്. മന്ദൻ്റായി, കൈ 10 പൈസ ഇല്ല. അതല്ല, രാഹുൽ പോകുന്നതിൽ നിനക്ക് വിഷമൊന്നുമില്ലേ? രാഹുൽ എവിടെ പോവാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഈ ഓഫീസിൽ നീ മാത്രമേ അറിയാനുള്ളൂ അല്ലേടാ? എന്ത്? നമ്മുടെ രാഹുൽ പോകുന്ന കാര്യം. രാഹുലോ? ഏത് രാഹുല്? എങ്കിലും ഈ ഓഫീസിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ അറിയാനുള്ളൂ. എന്താ കാര്യം? എടി, അവനെ ചെന്നൈയിലേക്ക് കമ്പനി തട്ടിയില്ലേ? എന്തിന്? അവനെ പ്രേമിച്ച് നടക്കുന്ന ഹെഡ് ഓഫീസിൽ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. പാവൻ രാഹുല്, നിന്നെ സ്നേഹിച്ചതിന് എന്തൊക്കെ അനുഭവിക്കണം. ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? ഹാ. ചെന്നൈക്ക് പോവാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? വർഷ. അപ്പം ഇന്നലെ പ്രമോഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. പ്രമോഷൻ കിട്ടിയതാണ്, പക്ഷേ ചെന്നൈ പോയി പണിയെടുക്കേണ്ടി വരും. എപ്പോഴാ പോകുന്നത്? അടുത്ത ആഴ്ച. പിന്നെ ഇന്നലത്തെ ആ മൂഡിൽ തനിക്ക് വിഷമാവണ്ടെന്ന് വെച്ച് പറയായിരുന്നതാ. എനിക്കെന്ത് വിഷമം? അല്ല, ഇതൊക്കെ കരിയർ ഗ്രോത്തിൻ്റെ ഓരോരോ ചവിട്ടുപടികളായിട്ട് വേണ്ടേ നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ കാണാൻ? അവനെന്നാ പോകുന്നതെന്നാ പറഞ്ഞേ? അടുത്ത ആഴ്ച. എന്നിട്ട് നീ എല്ലാം നിർത്തുവാന്ന് അവനോട് പറഞ്ഞോ? ഇനി എന്തിന്? അവൻ പോവല്ലേ. എന്റെ പുണ്യം, മണ്ടത്തരം പറയാതെ. അവൻ അമേരിക്കയിലേക്കൊന്നും അല്ല പോകുന്നത്, ഈ തൊട്ടടുത്ത സ്റ്റേറ്റിലേക്കാ. അവൻ എപ്പോൾ വേണമെങ്കിലും നിന്നെ കാണണമെന്ന് ഓർത്താൽ ഇങ്ങോട്ട് വന്ന് കാണാം. അത് പിന്നെ ഒരു ഇരട്ടി ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എടി, നിനക്കിപ്പോൾ നോ പറയാൻ പറ്റിയ അവസരം. ഇപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റിയ നിനക്ക് സമാധാനത്തോടെ ഇരിക്കാം. നിനക്ക് വല്ല കെയറിങ് കൂടുതൽ വേണമെന്നോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പറ്റത്തില്ലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ. പക്ഷെ എന്നാലും മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ പറയാ? മുഖത്ത് നോക്കി പറയണമെന്നില്ല, എവിടെയെങ്കിലും നോക്കി പറഞ്ഞാൽ മതി. പക്ഷെ അവൻ കേൾക്കണം. ഇല്ലെങ്കിൽ പൊന്നുമോളെ, നീ കുറെ കഷ്ടപ്പെടും. അതെ, കുറേ നേരം ആയാലും ഇരിപ്പുടങ്ങിട്ട് എന്താ പറയാനുള്ളത്? ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമാവൂ? ഇവിടെ വരാൻ പറഞ്ഞപ്പോഴേ തോന്നി എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന്. പറയ്. നമ്മുടെ ഈ റിലേഷൻ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നി ഇതാവും പറയാൻ പോകുന്നത്. സാരല്ല, എനിക്ക് മനസ്സിലാവും. ഞാനത് എക്സ്പെക്ട് ചെയ്ത, അതുകൊണ്ട് തന്നെ ഷോക്കൊന്നുമില്ല. ഒരാളുടെ പെരുമാറ്റങ്ങളും പറയാലോ.
അയാളുടെ ഫീലിങ്സ് എന്താണെന്ന്. എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ? ഹേയ്, എന്തിന്? അതിന് തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. പരിചയം ഉണ്ടെന്നും പറഞ്ഞ് ഒരാളെ കയറി പ്രേമിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. തനിക്ക് എന്നെ ഇഷ്ടാവൂന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ കയറി പ്രപ്പോസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം തോന്നുന്നു. തനിക്ക് ഇഷ്ടം തോന്നാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അല്ലെങ്കിലും ഈ സ്നേഹം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വലിയ പാടാ. ഞാനൊരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവോ? ഇല്ല, ചോദിച്ചോ. കോളേജിൽ വെച്ചൊരു റിലേഷൻ ഉണ്ടായിരുന്നില്ലേ? ആ കൊച്ചിനെ കെട്ടിക്കൂടെ? ആ കഥയൊക്കെ സാന്ദ്ര എങ്ങനെ അറിഞ്ഞു? ഞാനും ആ കോളേജിലാണ് പഠിച്ചത്. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അത് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? അല്ലെങ്കിൽ ആ കൊച്ചു കൂടെ ഉണ്ടാവില്ലേ? ചില സമയത്ത് താല്പര്യമില്ലാതെ തന്നെ ചിലതൊക്കെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും. എല്ലാവർക്കും ഉണ്ടാവും കളഞ്ഞിട്ട് പോകാൻ ഇതുപോലെ ഓരോരോ കാരണങ്ങൾ. താൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എനിക്കെല്ലാം അറിയാം. ചിലപ്പോൾ താൻ കേട്ട വർഷം ശരിയല്ലെങ്കിലോ? എന്താ രാഹുലിൻ്റെ വേർഷൻ ഓഫ് സ്റ്റോറി? എന്നാ കേട്ടോ, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവളെ സ്നേഹിച്ചത്. അവൾ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ അന്ന് ജോലി ഇല്ലായിരുന്നിട്ട് കൂടി ഞാൻ അവളുടെ വീട്ടിൽ പോയായിരുന്നു അച്ഛനെ കാണാൻ. അവളുടെ വീട്ടിലെത്തി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ശരിക്കുള്ള അവസ്ഥ ഞാൻ മനസ്സിലാക്കി. അവളുടെ അച്ഛനും അമ്മയൊക്കെ വലിയ രോഗികളായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ സാഹചര്യവും ഏകദേശം ഇതുപോലെയായിരുന്നു. അങ്ങനൊരു സാഹചര്യത്തിൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങളെങ്ങനെ ഒരുമിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കുമെന്നുള്ള അച്ഛൻ ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഉത്തരവില്ലായിരുന്നു. പിന്നെ അവളെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ അവളോടും അവളുടെ കുടുംബക്കാരോടൊക്കെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും എന്ന് മനസ്സിലായപ്പോഴാണ് ഞാനതിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ അങ്ങനെയല്ലല്ലോ വേണ്ടേ? നമ്മളിഷ്ടപ്പെടുന്നവരുടെ മോശം സാഹചര്യത്തിലല്ലേ നമ്മളവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ നിൽക്കും വേണ്ടേ? അതൊക്കെ സിനിമയിൽ നടക്കും, ജീവിതത്തിൽ നടക്കാൻ വലിയ പാടാണ്. രാഹുൽ കൂടി പോയപ്പോൾ ആ കുട്ടി ആ അവസ്ഥ സർവൈവ് ചെയ്തില്ലായിരുന്നെങ്കിലോ? അവളെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇന്നായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് അവൾക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോറി. ഇറ്റ്സ് ഓക്കെ. അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഭാഗ്യമില്ലായിരുന്നു. ഇപ്പോൾ തൻ്റെ കൂടെ. നമുക്കെന്നാ ഇറങ്ങിയാലോ? ചിലപ്പോൾ ഇനി ഓരോന്ന് സംസാരിച്ചാൽ എൻ്റെ കണ്ണ് നിറയും. മറ്റൊരാളുടെ മുമ്പിൽ ഇരുന്ന് കരയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ പൊന്നുമോളെ, ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട. ഇപ്പം ബ്രേക്കപ്പ് വേണ്ടാന്ന് വെക്കാനുള്ള കാരണം എന്താ? എടി, നീ പറഞ്ഞ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഞാൻ അവനോട് കുറേ സംസാരിച്ചു. ഓ, അവൻ പറഞ്ഞപ്പോൾ നീ അതങ്ങ് വിശ്വസിച്ചു. അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. എടി, നീ പോയി ഒരു അബദ്ധത്തിൽ ചാടരുതെന്ന് ഓർത്തിട്ടാ നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയല്ലടി, ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾക്കൊരു ധൈര്യം വരില്ലേ? ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളെടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് തോന്നുമ്പോഴൊരു ധൈര്യം. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ധൈര്യം തോന്നി. ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷേ അവനെ വിട്ടുകളഞ്ഞാൽ എനിക്ക് വിഷമിക്കാൻ വയ്യ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് മനസ്സിലാവും. നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം. ഞാനിങ്ങനെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ നീയായിരിക്കും ശരി.
ഹലോ സുജിത്തെ, രാഹുൽ എവിടെ ഉണ്ടോ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താണെന്ന് അറിയില്ല. അവൻ പെട്ടെന്ന് വന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങി. ചോദിച്ചപ്പോൾ ചെന്നൈയിലേക്കാണെന്നാ പറഞ്ഞത്. ചെന്നൈക്കോ? എങ്ങനെയാ പോകുന്നത്? ബസ്സിലായിരിക്കണം. ഈ സമയത്ത് ട്രെയിൻ കിട്ടാൻ വഴിയില്ല. പോവാം. എന്താടി? എടി അവൻ ചെന്നൈക്ക് പോവാന്ന്. എപ്പോ? ഇപ്പോ. നീ പിന്നെ എന്നാ നോക്കി കൊണ്ട് നിൽക്കാ? വാ പോവാം, വാ. എന്താ ചെയ്യാ നമ്മള്? എടി നീ ടെൻഷൻ അടിക്കാതെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. എന്താ ഇവിടെ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഞാൻ പറഞ്ഞതെല്ലാം മറന്നേക്ക്. എന്ത് കാര്യങ്ങൾ? എല്ലാം. എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബ്രേക്കപ്പോ? പെട്ടെന്നെന്താ? സഹതാപത്തിൻ്റെ പുറത്താണെങ്കിൽ? അല്ലല്ല, ഞാൻ കുറേ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ലൈഫിൽ വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് യെസ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതോർത്ത് വിഷമിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് പെട്ടെന്ന് തന്നോട് പ്രേമം തോന്നിയെന്നൊന്നുമല്ല, പക്ഷെ എനിക്ക് തന്നെ വിട്ടുകളയാൻ തോന്നുന്നില്ല. ലെറ്റ്സ് ട്രൈ. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇതാണെങ്കിലോ? ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്കൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കാൻ പറ്റുമോ നോക്കാം. ശരിയായില്ലെങ്കിൽ? ആയില്ലെങ്കിൽ അറിയില്ല, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. എടോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോകണമെന്നൊന്നുമില്ല. താൻ പറഞ്ഞ പോലെ നമുക്കൊരുപാട് കാര്യങ്ങൾ പരസ്പരം അറിയാനില്ലേ? അതിന് അടുത്തുണ്ടാകുന്നല്ലേ നല്ലത്. ഞാൻ റിസൈൻ ഇട്ടാലോ? അയ്യോ, അതൊന്നും വേണ്ട. താൻ അവിടെ പോയി സെറ്റാവും. ഇടയ്ക്ക് ചിലപ്പോൾ എനിക്ക് തന്നെ മിസ് ചെയ്യുമായിരിക്കും. അപ്പോൾ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്, താനും എൻ്റെ കൂടെ ചെന്നൈക്ക് പോര്. നോ.